സോപ്പ് ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ പാത്രങ്ങളിൽ നെയ്യ് മാറ്റി കളയാന്നുള്ളത് നോക്കുന്നത്. ഇതിനകത്ത് മുഴുവൻ നെയ്യാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് കറി വെച്ച പാത്രമാണ്. ഇതിനകത്ത് നെയ്യ്, അതിന്റെ ഗ്രേവി എല്ലാം കൂടി ഇരിക്കും. ഗോതമ്പ് പൊടി, ഇതിപ്പോ ഗോതമ്പ് പൊടിക്ക് വരെ മൈദ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത് നമ്മൾ ഈ സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഈ ഗോതമ്പ് പൊടി അല്ലെ മൈദ എന്ത് പൊടിയാണ്, ഈ പാത്രം ചെറുതായിട്ടൊന്ന് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത്, ചെറിയായിട്ട് ഇച്ചിരി വെള്ളം തളിച്ച് ഒന്ന് കുതിർന്നിരിക്കണേ. അത് കഴിഞ്ഞ് നമുക്കിത് ഇത് കണ്ടോ, ഈ സ്പൂണിലൊക്കെ ഉള്ളത് ഇങ്ങനെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞാൽ മതി. ഇതുണ്ട്, അതിൻ്റെ നെയ്യെല്ലാം ഈ മാവയിലോട്ട് ഇങ്ങനെ പോകുന്നു. ഈ പൊടിയിലോട്ട് പിടിച്ചു, നെയ്യും അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ. ഇനി ഇത് ഈ പൊടി തന്നെ ഞാൻ ഈ പ്ലേറ്റിലോട്ട് ഇടുക, കാരണം ഇത് നല്ല കുതിർന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതും ക്ലീൻ ആക്കി എടുക്കാം. ഇത് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിത് ഈ പൊടി വെച്ച് തന്നെ ഇങ്ങനെ അങ്ങ് റബ്ബ് ചെയ്താൽ മതി. ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോഴത്തേനും ഇതുണ്ട്, ഇച്ചിരി ഫോഴ്സ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, ഇതിങ്ങ് പോകുന്നുള്ളൂ. ഇത് കണ്ടോ, എക്സ്ട്രാ ആയിട്ട് ഒത്തിരി എണ്ണ ഉണ്ടെങ്കിൽ നമ്മളത് ഊറ്റി കളയണേ, കളയും. ഇത് കണ്ടോ, നെയ്യെല്ലാം കൂടെ പിടിച്ചിരുന്നിട്ട് ഒരു ബോളാക്കി എടുത്തു. അത് കഴുകി എടുക്കാവേ. ഇത് കണ്ടോ, എന്നാൽ നമ്മുടെ വാഷ് ബേസിനിലൊന്നും അല്പം പോലും നെയ്യായിട്ടും ഇല്ല. നമ്മുടെ ചീനിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന പോലെ ഉള്ള ഇങ്ങനത്തെ പിടിച്ചിരിക്കുന്ന മാത്രം നമ്മളിങ്ങനെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി.